നമ്മുടെ എണ്ണയൊക്കെ എങ്ങനെ കഴിക്കുക? നിങ്ങൾ എണ്ണയായിട്ട് കഴിക്കണ്ട. എത്ര പേര് പാരസെറ്റമോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചവരുണ്ട്? ഈ സാധനം നല്ലതാ, നല്ല ടേസ്റ്റ് അല്ലേ? അഖില മാഡം എപ്പോഴെങ്കിലും പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. പണ്ട് അന്തക്കാലം. നല്ല ടേസ്റ്റ് അല്ലേ? ജിലേബിന്റെ ടേസ്റ്റാ. ഈ വൃത്തികെട്ട സാധനമാണ് നമ്മൾ കഴിക്കുന്നത് മരുന്ന് എന്നുള്ള പേരിൽ. നമ്മുടെ പറമ്പിലോ പാടത്തോ വല്ല എലിശല്യം ഉണ്ടെങ്കിൽ ഒരു 4 പാരസെറ്റമോള് 500 മില്ലിഗ്രാമിന് 4 പാരസെറ്റമോള് പൊടിച്ച് ഒരു ഉള്ള ചോറിൽ കുഴച്ച് വെച്ച് രാത്രി സമയത്ത് ആ എലി വരുന്ന സ്ഥലത്ത്, പെരിച്ചാഴി വരുന്ന സ്ഥലത്ത് വെതറി കൊടുത്താൽ അവ തിന്നുമെങ്കിൽ പിറ്റുന്ന രാവിലെ നോക്കുമ്പോൾ ഒരു 3-4 പെരിച്ചാഴി ചത്ത് കിടക്കണമാണ്. ചെറിയ ജീവിയെ കൊല്ലുന്ന വിഷം വലിയ ജീവിയായ മനുഷ്യൻ എങ്ങനെ മരുന്നായിട്ട് മാറും? ഹലോ, അങ്ങനെ പാരസെറ്റമോൾ കഴിച്ച് എന്റെ ലിവർ മൊത്തം പോയി. മെഡിക്കൽ വിഭാഗം എന്റെ ജീവിതത്തിന് പരിധി നിശ്ചയിച്ചമാണ് RCM. എന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തിരുമ്പായിരുന്നു അത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൈയടിക്കാൻ മറക്കും. ഈ എണ്ണ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന എണ്ണ കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖത്തിനും നല്ലതാണ്. ഞാനതിന് മരുന്നെന്ന് പറയില്ല, മരുന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ല ഭക്ഷണമാണ് നല്ല മരുന്നായിട്ട് പ്രവർത്തിക്കുന്നത്. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരായ ഡോക്ടർമാർ പറയുന്നത് യുവർ മെഡിസിൻ ഈസ് യുവർ ഫുഡ്. നിങ്ങളുടെ മരുന്നാണ് നിങ്ങളുടെ ഭക്ഷണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 4 ഗുളിക, ലഞ്ച് കഴിഞ്ഞിട്ട് 6 ഗുളിക, അത്താഴം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പിടി ഗുളികയും കഴിച്ച് ഇന്നൊരു ഗുളിക കാലത്തിലാണ് കഴിയുന്നത്. ആ ഗുളിക കാലം ഭേദിച്ച് പുറത്ത് കിടക്കാനുള്ള ഒരു മാർഗമാണ് RCM. ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ഡൈജസ്റ്റീവ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, മെനോപോസ് സിൻഡ്രോം തുടങ്ങി 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണ്. എണ്ണ പച്ചക്ക് കഴിക്കാവുന്ന കമ്പനിയുടെ MD-യോട് ഏകദേശം 6-7 വർഷം മുമ്പ് ഒരു യാത്ര 300 ചില്ലാന ആളുകളുമായിട്ട് ദൂരി ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് AP ഓർഗാനിക്സ് സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വാ പൊളിച്ചു നിന്നൊരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഈ എണ്ണ കഴിക്കാൻ പറ്റും, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പ്രൂവ് ചെയ്തോ? കേരളത്തിൽ 1 ലക്ഷത്തിലധികം ആളുകൾ എണ്ണ റെഗുലറായിട്ട് കഴിക്കുന്നുണ്ട്. ആദ്യം കഴിച്ച് നമ്മളാ ചത്തുപോയിട്ടില്ല, ഇതുവരെ ചത്തുപോയിട്ടില്ലേ? സോ യു കെൻ ഓൾസോ ടേക്ക്. എല്ലാവർക്കും കഴിക്കാം. പലരും ചോദിക്കും, ഫാറ്റി ലിവറുള്ള ആളുകൾ ഇന്നൊരാൾ വിളിച്ചു, ഫാറ്റി ലിവറിന് എന്താ ചെയ്യേണ്ടത്? ഒരു PUC-കാരൻ പറഞ്ഞു, ഫാറ്റി ലിവറുള്ള ആൾക്ക് കഴിക്കണ്ട, ഫാറ്റി ലിവറുള്ള ആൾക്ക് ഏറ്റവും നല്ലതാ. കൂടെ ഗാമോറസിനോട് കൂടി കൊടുക്കും, രാവിലെയും വൈകിട്ടും കൊടുത്തോളൂ. 2 ആഴ്ച കഴിഞ്ഞ കൂടെ ബയോഎച്ച് കൂടി കൊടുക്കുക. ലിവർ കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആവും. ബയോഎച്ച് കഴിച്ച എത്ര പേരുണ്ട്? ബയോഎച്ച് നിങ്ങളെ ചെറുപ്പമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഇതിൽ നല്ല പ്രൊഡക്റ്റ് വേറെയില്ല. ബയോഎച്ച് പുറത്തു വരുന്നതാണ്. നിങ്ങളുടെ ശരീരം ശുദ്ധമാണെങ്കിൽ ബയോഎച്ച് കഴിച്ച ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഗ്യാരണ്ടി, ആ കാര്യം ഗ്യാരണ്ടിയില്ല. അപ്പോ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗാമോറൈസിനോട് കഴിക്കാം. ലിവർ സംബന്ധമായ പ്രശ്നം ഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. മിക്കവാറും ആളുകൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവറാണ്. എന്താ ഇൻഡിക്കേഷൻ? ഗ്യാസ് ഇല്ലാത്ത ആരുമില്ല അല്ലെ? ഡൈജസ്റ്റീവ് ഡിസോർഡർ തുടങ്ങുന്നത് നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല്, മലബന്ധം, ഗ്യാസ്ട്രബിള്, അൾസറേറ്റീവ് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങി 9ഓളം ദഹന സംബന്ധമായ രോഗങ്ങൾ സ്റ്റാർട്ടിങ് ഫ്രം ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഈ എണ്ണ കഴിക്കുന്നതിലൂടെ. ഓക്കെ.